ടോർച്ച് അടിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ മണ്ണും ചെളിയായിട്ട് ഷട്ടർ പൊളിച്ചാണ്ട് റൂമിൽ കൊണ്ട് വരുന്നത്. റൂമിൽ വന്ന് എൻ്റെ ഏകദേശം ഈ ഹൈറ്റിൽ മണ്ണും ചെളിയായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞ് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫാദറിനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിടുമ്പോഴാണ് നമ്മുടെ കമ്പനീൻ്റെ ബാക്കിൽ ഷട്ടർ പൊട്ടിയാണ്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ ആ റോട്ടിൽ കയറി ഡ്രസ്സും കാര്യങ്ങളില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പൊട്ടിൽ ഞാൻ ഒരിക്കൽ പൊട്ടി പോയിട്ടുണ്ട്. കാണുന്ന ആൾക്കാർ ഞാൻ ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെയാണ് മരണപ്പെട്ട കുറേ ആൾക്കാരുള്ളത്. ചൂരമലിൻ്റെ ആ ബാക്ക് സൈഡ് ഒന്നുമില്ല. ചൂരമല എന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങാടീൻ്റെ ബാക്ക് സൈഡൊന്നും അവിടെ പോയൊക്കെ ശരിക്ക് അറിയുള്ളൂ. ഞാനിപ്പോൾ മൊബൈലിൽ കണ്ടപ്പോഴാണ്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണത്തെ മുഖാമുഖം കണ്ട മൂന്നിയൂർ ചേളാരി തയ്യിലക്കടവ് സ്വദേശിക്ക് ഇത് പുതുജീവിതം. ഇപ്പോഴും അപകടത്തിന്റെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് യുവാവ്. മൂന്നിയൂർ ചേളാരി തയ്യിലക്കടവ് സ്വദേശിയായ വെട്ടിക്കുത്തി അബ്ദുൽ നാസറാണ് ഭാഗ്യത്തിന്റെ തണലിൽ പുതുജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടെത്തിയത്. ചൂരൽമലയിൽ വീടുകളും ജീവനുകളും എടുത്ത ഉരുൾപൊട്ടലിൽ നാസർ ജോലി ചെയ്തിരുന്ന സ്ഥാപനവും ഉരുളെടുത്തു. പരിചയക്കാരെല്ലാം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഇപ്പോഴും താൻ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ ഞെട്ടലോടെയാണ് നാസർ ഓർക്കുന്നത്. നിരവധി പേരുടെ ജീവനെടുക്കുകയും വീടുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്ത വയനാട് ചൂരൽമലയിലെ വാർത്തകൾ കാണുമ്പോൾ അതിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മൂന്നിയൂർ ചേളാരി തയ്യിലക്കടവ് സ്വദേശിയായ വെട്ടിക്കുത്ത് അബ്ദുൽ നാസർ എന്ന 36-കാരന് ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. 3 മാസം മുമ്പാണ് നാസർ ചൂരൽമല ടൗണിലെ ലൈമ ബേക്കറിയിൽ ജോലിക്കായി എത്തുന്നത്. സമീപത്തുള്ളവരുമായെല്ലാം സൗഹൃദത്തിലുമായി. കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലായി ബേക്കറിയും താഴെ നിലയിൽ ബേക്കറി നിർമ്മാണവുമാണ്. അവിടെ തന്നെയാണ് താമസവും. നാസർ ഒറ്റയ്ക്കാണ് താമസം. ബാക്കിയുള്ളവർ ആ നാട്ടിലുള്ളവർ ആയതിനാൽ തന്നെ ദിവസവും പോയി വരാറാണ് പതിവ്. 1 മണിയോടെ ഒന്നാമത്തെ ഉരുൾപൊട്ടലിൽ ചെളിയും വെള്ളവുമെല്ലാം കെട്ടിടത്തിൻ്റെ താഴെ നാസർ താമസിക്കുന്ന ഇടത്തേക്ക് കുത്തിയൊലിച്ചെത്തി. ശബ്ദം കേട്ടാണ് നാസർ ഉണർന്നത്. വെളിച്ചമടിക്കാനായി മൊബൈൽ ഫോൺ എടുത്തപ്പോഴേക്കും ചെളിയും വെള്ളവും കുത്തിയൊലിച്ചെത്തി. നെഞ്ചിന് മുകളിൽ ചെളിയും മണ്ണും വന്നടിഞ്ഞു. കെട്ടിടത്തിൻ്റെ താഴെ ഭാഗം നശിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നു അത്. പിതാവിനെ വിളിച്ച് മരണഭയത്തിൽ മക്കളെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ആകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ 2 മണിയോടെ ഷട്ടർ ഉള്ളതുകൊണ്ട് മണ്ണ് കുത്തിയൊലിച്ചെത്തിയപ്പോൾ ഷട്ടർ തകർന്ന ഭാഗത്തിലൂടെ ചെളിയും വെള്ളവും ഒഴുകിപ്പോയി. ഈ ഭാഗത്തിലൂടെ പുറത്തു കടക്കുകയായിരുന്നു നാസർ. ഉടുത്തിരുന്ന വസ്ത്രം പോലും നഷ്ടമായാണ് നാസർ പുറത്തേക്കെത്തിയത്. വെളിച്ചത്തിനായി മൊബൈൽ ഫോൺ എടുത്തതുകൊണ്ട് അതുമാത്രം ലഭിച്ചു. ശേഷിക്കുന്ന തൻ്റെ 1 മാസത്തെ ശമ്പളവും രേഖകളുമെല്ലാം ഉരുളെടുത്തു. അവിടെ നിന്നും നാട്ടുകാരാണ് നാസറിനെ മേപ്പാടി സ്കൂളിൽ എത്തിക്കുന്നത്. ചൂരൽമല ദുരന്തത്തിൽ ആദ്യമായി പരിക്കുകളോട് രക്ഷപ്പെട്ട് മേപ്പാടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തുന്നതും നാസറാണ്. 4 മണിയോടെയാണ് നാസർ ആശുപത്രിയിലെത്തുന്നത്. 6 മണിയോടെയാണ് പരിക്കു പറ്റിയവരും മരിച്ചവരും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴും നാസറിന് വാരിയലുകളടക്കം വേദനയാണ്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം ഇന്നും ഞെട്ടലോടെയാണ് നാസർ ഓർക്കുന്നത്. ഞാൻ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ ഭൂമി കുലുങ്ങണ മാതിരിയുള്ള സൗണ്ട് ഇങ്ങനെ വരെ. അങ്ങനെ ഞാൻ മൊബൈൽ വെച്ച് ടോർച്ച് അടിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ മണ്ണും ചെളിയായിട്ട് ഷട്ടർ പൊളിച്ചാണ്ട് റൂമിൽ കൊണ്ട് വരുന്നത്. റൂമിൽ വന്ന് എൻ്റെ ഏകദേശം ഈ ഹൈറ്റിൽ മണ്ണും ചെളിയായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞ് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫാദറിനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിടുമ്പോഴാണ് നമ്മുടെ കമ്പനീൻ്റെ ബാക്കിൽ ഷട്ടർ പൊട്ടിയാണ്ട് പോകുന്നത്. ആ പൊട്ടി പോകുന്നതിൻ്റെ ഇടയിൽ മണ്ണ് കുറച്ചാണ്ട് വൈകിപ്പോയതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. പെട്ടത് ഞാൻ അവിടുന്ന് എല്ലാം അറിഞ്ഞാണ്ട്
റോട്ടുമ്മ കയറി. അപ്പോൾ തന്നെ ആൾക്കാർ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ, വലിയ എണ്ണാമത്തിലുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുള്ളൂ. അങ്ങനെ റോട്ടുമ്മ കയറി ഇപ്പോഴത്തെ ഒന്നും ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ ആ റോട്ടിൽ കയറി ഡ്രസ്സും കാര്യങ്ങളും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പൊട്ടിൽ ഞാൻ ഒരിക്കൽ പൊട്ടി പോയിട്ടുണ്ട്. വീട്ടുകാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ ബാക്ക് കൂടെ വന്നാണ്ട് ഞാനാണ് കയറി വരുമ്പോഴാണ് പിന്നെ എന്നെ പിടിച്ചാണ്ട് പിന്നെ ഈ ഷട്ടറിൻ്റെ ഒഴുകി മണ്ണൊക്കെ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റിയത്. അപ്പോൾ അവിടെ കൂടെ ഉള്ളവരൊക്കെ സേഫായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും കൂടെ കാണുന്ന ആൾക്കാർ ഞാൻ ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെയാണ് മരണപ്പെട്ട കുറേ ആൾക്കാരുള്ളത്. അവിടുത്തെ പ്രദേശം ഇങ്ങനെ അവിടുത്തെ വേറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ചുരമലിൻ്റെ ആ ബാക്ക് സൈഡ് ഒന്നുമില്ല. ചുരമല എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അങ്ങാടീൻ്റെ ബാക്ക് സൈഡൊന്നും അവിടെ പോയൊക്കെ അതിനനുസരിച്ച് അറിയുള്ളൂ. ഞാൻ ഇപ്പോൾ മൊബൈലിൽ കണ്ടപ്പോഴാണ് അവിടെ നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തിയാണ് കൊണ്ടുപോയത് മേപ്പാടി സ്കൂളിലേക്കാണ്. ആദ്യത്തെ ഞാനാണ് അവിടെ ഒരു 3 മണി ആ ടൈമിൽ ഞാനവിടെ ആദ്യം എത്തണം. പിന്നെ അവിടെ നിന്നാണ് എനിക്ക് നെഞ്ഞുവേദന വന്നപ്പോൾ നേരെ അവിടെയുള്ള ആൾക്കാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് പിന്നെ രണ്ടാമത് ഒരു 12 മണിയാകുമ്പോൾ വേദന കൂടി വരിക. അങ്ങനെ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മേപ്പാടി ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ മിംസിൽ കൊണ്ടുപോയി. അവിടുന്നാണ് പിന്നെ നമ്മളെ ഇവിടെയുള്ള നാട്ടിലുള്ള ചേർത്തങ്ങളെ ആംബുലൻസിൽ നമ്മളങ്ങോട്ട് കൊണ്ടുവന്നത്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടോ? നെഞ്ഞിൻ്റെ ഇത് നല്ല നമ്മൾ പരിക്കുമ്പോഴും ഇതിനൊക്കെ ആയിട്ട് നല്ല അതിനപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചാണ്ട് വരികയാണ്. മറ്റു വസ്തുക്കളൊന്നും ഒന്നും കിട്ടില്ല. 1 മാസം ശമ്പളത്തിൻ്റെ ആ പൈസ ദിവസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ പോയിരുന്നു. ടോർച്ചടിക്കാൻ ഫോണ് മാത്രം കയ്യിൽ. ടോർച്ചടിക്കാൻ ഞങ്ങൾ ഒച്ചപ്പാട് കേട്ടപ്പോൾ ടോർച്ചടിക്കാൻ വേണ്ട ഫോണത്ത് മാത്രം എൻ്റെ കയ്യിൽ കിട്ടി. വേറെ ഒന്നുമില്ല. ഡ്രസ്സ് വരെ ഒന്നുമില്ലാതാണ് ഞാൻ. ഓരോ ദിവസവും ചൂരൽമലയിലെ ദുരന്തം കേൾക്കുമ്പോൾ നാസറിന് ഇപ്പോഴും അന്ന് അനുഭവിച്ച വേദനകൾ മനസ്സിലുണ്ട്. 4 മണിയോടെ മേപ്പാടി ഗവൺമെൻറ് ആശുപത്രിയിലെത്തിയ നാസറിനെ ശ്വാസമെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും വാരിയലിൻ്റെ വേദനയും കണക്കിലെടുത്ത് ഉടനെ മേപ്പാടി മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് സഹോദരനായ VK മുജീബ് റഹ്മാൻ, ചേളാരി തയ്യിലക്കടവിലെ ശിഹാബ് തങ്ങൾ, റിലീഫ് സെൽ ആംബുലൻസ് ജീവനക്കാരായ ഉമ്മർ, ഫൈസൽ എന്നിവർ ചേർന്ന് മേപ്പാടി മിംസ് ആശുപത്രിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് ഇവൻ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു. ആ സംഭവ സമയത്ത് തന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മക്കളെയും കുട്ടികളെയൊക്കെ നിങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ ബന്ധപ്പെട്ടു. അടുത്ത മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാർ ഹംസക്കോയ, ബക്കർ സാഹിബ് ഇതുപോലുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ എൻ്റെ മകൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസ്, ഞങ്ങളെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ഒരു ആംബുലൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ആംബുലൻസും കൊണ്ട് ഇവിടുന്ന് പ്രവർത്തകരെ പറഞ്ഞയച്ച് രാത്രി അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി ചെന്ന് കണ്ട്. അപ്പോൾ ഇവന് ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. ആ ജസ്റ്റ് സമയത്ത് ഇവന് ബോധമുണ്ടെങ്കിലും പിന്നീട് ഇവൻ ബോധരഹിതനായിട്ടുണ്ട്. അങ്ങനെ കിടന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവിടുന്ന് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളതിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അപ്പം ദൈവാനുഗ്രഹത്താൽ ഇദ്ദേഹം രക്ഷപ്പെട്ടു. കാരണം ആ വീടിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ മേലെന്ന് വന്ന് മണ്ണും ചെളിയും വന്ന് അടഞ്ഞിട്ട് ഈ ബാക്കിലെ ഷട്ടർ, ഇതിൻ്റെ ശക്തി കാരണം ബാക്കിലെ ഷട്ടർ പൊളിഞ്ഞു പോയതോടുകൂടി ആ ഷട്ടർ പൊളിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇവനും പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ പോകും. ഏകദേശം കഴുത്തിൻ്റെ അതുവരെ മണ്ണിലെത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഈ മൊബൈലിലെടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത്. അതുകൊണ്ട് എന്താ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. നല്ല ട്രീറ്റ്മെൻറ്റ് വേണം, നല്ല ചികിത്സ വേണം. കാരണം അടുത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത, ശാരീരികമായിട്ട് നല്ല പരിക്കാണ്. പുറത്തേക്കൊന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല പരിക്കാണുള്ളത്. അതുകൊണ്ട് അതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ധനസഹായം നിർബന്ധമായിട്ട് ചെയ്യൽ അത്യാവശ്യമാണ്. അതിനുള്ള നടപടികൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മൂന്നിയൂർ തയ്യിലക്കടവ് വെട്ടിക്കുത്തി മുഹമ്മദിൻ്റെയും നഫീസയുടെയും മകനാണ് അബ്ദുൽ നാസർ. ഹന്നത്താണ് ഭാര്യ. അജ്വ, അജ്നാൻ, മുഹമ്മദ് ഐദീൻ എന്നിവരാണ് മക്കൾ.
നിലവിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ തുടർ ചികിത്സ തേടിയിരിക്കുകയാണ് നാസർ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.